ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ 15 ഡീറ്റെയിൽഡ് കമ്പാരിസൺ റിവ്യൂ ആണ്. ഒരുപാട് ആളുകൾ ഈ ഒരു ഡിവൈസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു നോൺ പ്രോ ഡിവൈസാണ് ഐഫോൺ 15 എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ 16 തൊട്ട് മുമ്പേ ഇറങ്ങിയ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റിന് മുമ്പേ ഇറങ്ങിയ ഈ ഒരു ഡിവൈസിന് യൂസ്ഡ് മാർക്കറ്റിലും നല്ല രീതിയിലൊരു പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കമ്പാരിസൺ റിവ്യൂ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഡിവൈസ് കറൻറ്റ്ലി യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് എടുക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ഡിവൈസിനെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എല്ലാ വീഡിയോസിലും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഡിവൈസിനെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഓവറോൾ ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. രണ്ടാമതായിട്ട് ഡിവൈസിൻ്റെ ഡിസ്പ്ലേ, പിന്നെ ക്യാമറ, ബാറ്ററി ലൈഫ് ആൻഡ് ഫൈനലി ചിപ്സെറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഈ ഒരു കാര്യങ്ങളെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിവൈസിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ നമ്മുടെ ഈ ചാനൽ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാനുള്ളൊരു ടാർഗറ്റ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. സോ നമുക്ക് 1Kയിലോട്ട് എത്താനായിട്ട് സാധിച്ചില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ ഇതുപോലത്തെ വീഡിയോസ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക. നമ്മൾ കൂടുതൽ ടെക്നിക്കൽ ടേംസ് വെച്ച് കൺഫ്യൂസ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒരു കമ്പാരിസൺ റിവ്യൂ ആണ്. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൈഡിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ ടേംസും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലൈറ്റ്ലി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ 15 കുറിച്ച് എടുത്ത് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പേ വന്ന നോൺ പ്രോ മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 15 മുതൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് ഇതിൻ്റെ ടൈപ്പ് സി പോർട്ട്, ഇതിൻ്റെ ബാക്ക് പാനൽ, അതേപോലെ തന്നെ ഡൈനാമിക് ആലൻറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 14 പ്രോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 90% സിമിലർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ക്വാളിറ്റി എല്ലാം നമുക്ക് ഏകദേശം അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റി ആയിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വാളിറ്റി ഐഫോൺ 15 ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നോൺ പ്രോ മോഡൽസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 15 മുതൽ നല്ല രീതിയിലുള്ള ചേഞ്ച് ഇനി മുതൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവൈസിൻ്റെ ഡിസൈൻ നോക്കാമെന്നുണ്ടെങ്കിൽ ഐഫോൺ 13 മുതൽ വന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. 16 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറൻസ് നല്ല രീതിയിൽ തോന്നുമെങ്കിലും ഇപ്പോഴും ഇത് പ്രീമിയമായി നിൽക്കുന്ന ഡിസൈൻ തന്നെയാണ്. നല്ല രീതിയിൽ ഔട്ട്ഡേറ്റഡ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. 13, 14, 15 സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. നിങ്ങളിപ്പോഴും ഈ ഒരു ഡിവൈസ് എടുക്കുന്നത് ഏകദേശം ഒരു 45 to 50K പ്രൈസ് റേഞ്ചിലായിരിക്കും. എന്നാൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴും പ്രീമിയമായി നിൽക്കുന്ന ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ബിൽഡ് വന്നിട്ടുള്ളത് അലുമിനിയം ഫ്രെയിം തന്നെയാണ്. 15 പ്രോ മാക്സ് ഡിവൈസുകളിലുള്ളൂ ആ ഒരു മെറ്റീരിയൽ ചേഞ്ച് വന്നിട്ടുള്ളത്. എങ്കിൽ പോലും ഇപ്പോഴും ഇതിൻ്റെ ഡ്രോപ്പ് ടെസ്റ്റൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 വർഷം പഴക്കമായിട്ടുള്ള ഒരു ഡിവൈസാണിത്. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ പോലും നല്ല ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഡിവൈസിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചുള്ള ആൻഡ്രോയിഡ് ഡിവൈസിലായിട്ട് കമ്പയർ ചെയ്താൽ പോലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കും. ഇതിലെടുത്ത് പറയേണ്ടത് പ്രോ മാക്സ് ഡിവൈസിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡിലുള്ള ഒരു ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒക്കെ ഈ ഒരു ഡിവൈസിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ള മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ബാക്ക് പാനൽ നമുക്ക് ആ ഒരു പ്രോ മോഡൽസ് ഡിവൈസിൽ കൊടുത്തിട്ടുള്ള സെയിം പ്രോ ബാക്ക് പാനൽ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിവൈസ് വെർത്ത് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ആണ്. ആപ്പിളിൻ്റെ നോൺ പ്രോ മോഡൽസിൽ ആദ്യമായിട്ട് നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവന്ന ഡിവൈസ് തന്നെയാണ് ഐഫോൺ 15. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ 6.1 ഇഞ്ചിൻ്റെ ഐഫോൺ 14 പ്രോയിൽ വന്ന ഏകദേശം ആ ഒരു ഡിസൈനിൽ വന്ന ആ ഒരു ക്വാളിറ്റിയിൽ വന്ന ഡിസ്പ്ലേ നമുക്ക് ഇപ്പോഴും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ടതാണ് ഡൈനാമിക് ഐലൻഡോട് കൂടി വന്ന 2000 നിക്സ് പീക്ക് ബ്രൈറ്റ്നസ് പോകുന്ന നല്ലൊരു കിഡിലൻ ഡിസ്പ്ലേ ആണ്. നമ്മൾ ഡിസ്പ്ലേൻ്റെ സ്പെക്ക് കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ റെറ്റിന XDR, OLED HDR 10 ഡോൾബി വിഷൻ, 1000 നിറ്റ്സ് HBM 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസും പോകുന്ന കിഡിലൻ 6.1 ഇഞ്ചിൻ്റെ നല്ലൊരു OLED പാനലാണ്. റെറ്റിന XDR
നല്ലൊരു റെറ്റിന XDR OLED പാനലാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും. പക്ഷേ നമുക്കിവിടെ എടുത്ത് പറയേണ്ട ഒരു നെഗറ്റീവ് ഉണ്ട്. അത് ഇതിൽ ഇപ്പോഴും 60 Hz തന്നെയാണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ 120 Hz ഡിവൈസുകൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണും. അത് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ എനിക്ക് എടുത്ത് പറയേണ്ട അതിലൊരു നെഗറ്റീവായി എനിക്ക് തോന്നി. കാരണം ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ 60 Hz തന്നെയാണ് ലഭിക്കുന്നത്. ഇതിൽ മാത്രമല്ല 60-ലും. അപ്പോൾ അത് നെഗറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പാരിറ്റീവ്ലി 14 Pro ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്ത് അത്യാവശ്യം ലേറ്റസ്റ്റ് ആയ ഡിവൈസ് യൂസ് ചെയ്യണം, 15 ഓക്കെ ആണ് എങ്കിൽ അത് കുഴപ്പമുള്ള ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ എടുത്ത് പറയേണ്ട കാര്യം, ഇതൊരു കോമ്പാക്റ്റ് ഡിവൈസാണ്. നിങ്ങൾക്ക് ഗെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് എങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ 15+ എന്ന് പറയുന്ന മോഡലാണ്. കാരണം ഇതിനേക്കാൾ നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ആ ഒരു ഡിവൈസിൽ ലഭിക്കും. ഇത് മോശമൊന്നുമല്ല, ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അതിൽ ബാറ്ററി ബാക്കപ്പും കിട്ടും. അതേപോലെ തന്നെ ഡിസ്പ്ലേയും വലുതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ മോഡൽ 15+ ആയിരിക്കും. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഡിവൈസിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ iPhone 13, 14 വന്ന സിമിലർ ക്യാമറ മൊഡ്യൂളിൻ്റെ സെറ്റപ്പാണ് ആപ്പിൾ iPhone 15 കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്രോസ് ക്യാമറ സെറ്റപ്പ്. അപ്പോൾ ഇവിടെ ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ 48 MP മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുള്ളത്. അത് നോൺ പ്രോ മോഡൽസിൽ ആദ്യമായിട്ടാണ് ആപ്പിൾ 15 സീരീസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒരു അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. 48 MP മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിളും 12 MP മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഒരു ഡിവൈസിൽ എടുക്കാനായിട്ട് സാധിക്കും. നല്ല ഫോട്ടോസും വീഡിയോസും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഞാൻ ഇവിടെ സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ലൈറ്റിംഗ് ഉള്ള സമയത്തും ലൈറ്റിംഗ് കുറയുന്ന സമയത്തും നിങ്ങൾക്ക് അത്യാവശ്യം കമ്പാരിറ്റീവ്ലി വീഡിയോൻ്റെ ക്ലാരിറ്റി കൂടുതൽ നഷ്ടപ്പെടാണ്ട് തന്നെ നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ എടുക്കാണ്ട് സാധിക്കും. ഏകദേശം ഒരു 1.5 വർഷത്തോളം പഴക്കമായിട്ടുണ്ട് ഈ ഒരു ഡിവൈസ്. നിങ്ങൾ യൂസ്ഡ് ഡിവൈസ് എടുക്കാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റും. സിനിമാറ്റിക്കും കാര്യങ്ങളൊക്കെ iPhone 13 മുതൽ തന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമല്ല. നല്ല ഫോട്ടോസും വീഡിയോസും നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ എടുക്കാനായിട്ട് സാധിക്കും. 4K 24, 25, 30 ആൻഡ് 60 FPS, 1080p, 25, 30, 60, 120, 240 FPS, HDR, Dolby Vision HDR അപ് ടു 60 FPS വരെ നിങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസും, ഇത് വീഡിയോസിൻ്റെ സ്പെക്കാണ്, വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിലും 12 MP മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിളാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് സെൽഫി ക്യാമറ വെച്ചിട്ടും എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓവറോൾ ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 45 to 50K സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇതിൻ്റെ ക്യാമറയുടെ സൈഡിൽ എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല. നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് വെച്ച് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള iPhone 14 Pro വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും 16 വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഡിവൈസ് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഡിവൈസ് തന്നെയാണ്. പിന്നെ നമ്മൾ നാലാമതായിട്ട് ഡിവൈസിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ലിഥിയം അയൺ 3349 mAh ഒരു ബാറ്ററിയാണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഡിവൈസാണ്. നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം ബിഗ്ഗർ ഡിസ്പ്ലേയും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം സ്പെക്ക് തന്നെയാണ് 15+ എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ആ ഒരു മോഡലിലോട്ട് പോകാം. അതല്ല നിങ്ങൾക്കൊരു കോമ്പാക്റ്റ് ഡിവൈസാണ് താല്പര്യം, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 1 ഹാൻഡൊക്കെ യൂസ് ചെയ്യണം, ആ ഒരു മൈൽഡായിട്ടുള്ള യൂസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഹെവി യൂസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസത്തിന് മുകളിൽ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നോൺ പ്രോ മോഡൽ ഡിവൈസ് ആയിട്ട് പോലും നോൺ പ്രോ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോ മോഡൽ ഡിവൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസത്തിന് മേലെങ്കിലും ഇതിന് ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും ചെറിയ ഗെയിമൊക്കെ കളിക്കാനും അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും ബാറ്ററി ബാക്കപ്പ് കിട്ടും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡ് എനിക്ക് നെഗറ്റീവ് ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പറയാനില്ല. ഇപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ അത് എടുത്ത് പറയേണ്ട കാര്യം, യൂസ്ഡ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒരുപാടൊന്നും കുറഞ്ഞു പോകാനുള്ള ടൈം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബാറ്ററിയുടെ സെക്ഷനിലോട്ട് കൂടുതൽ കൺസേൺ ആവേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ സെക്ഷനിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്
ടൈപ്പ് സി പോർട്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും iPhone 15 സീരീസിലാണ്. സോ അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിൻ്റ് ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് ടൈപ്പ് സി 2.0 ആണ് ഫാസ്റ്റിംഗ് വരുന്നത്. നിങ്ങൾക്ക് 20 വാട്ട്സ് വെച്ച് തന്നെയാണ് ഈ ഡിവൈസ് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ, അതേപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് സി പോർട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് പെൻഡ്രൈവ്സും കാര്യങ്ങളൊക്കെ കോഡ് വയർസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ആ രീതിയിലൊക്കെ യൂസ്ഫുൾ ആകുമെങ്കിലും ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം 20 വാട്ട്സ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഡിവൈസിൻ്റെ ചിപ്സെറ്റും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ മുമ്പ് വന്ന, അതായത് പ്രീവിയസ് ഡിവൈസിലായിട്ടുള്ള 14 പ്രോയും 14 പ്രോ മാക്സിനും വന്ന സെയിം ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്തോന്നടേ എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ ഒരു ഡിവൈസിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് മോശമല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസുള്ള ചിപ്സെറ്റ് തന്നെയാണ്. A16 Bionic 4 nanometer ചിപ്സെറ്റാണ്. 5 കോർ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഗെയിം കളിക്കാനാണെങ്കിലും എഡിറ്റിംഗ് ചെയ്യാനാണെങ്കിലും നിങ്ങളല്ലാണ്ട് എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും ലാഗ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ചിപ്സെറ്റ് ഒരിക്കലും 15 പ്രോയിൽ വന്ന ചിപ്സെറ്റ് അല്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എങ്കിലും ഈ ഒരു ഡിവൈസ് മോശമല്ല. നിങ്ങൾ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിന് വെറുതായിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റിയ കിടിലനായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും 4-5 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഡിവൈസ് തന്നെയാണ്. കാരണം 10s സ്റ്റിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് കൺസേൺ ആവേണ്ട കാര്യമില്ല. പിന്നെ ചിപ്സെറ്റ് വെച്ച് നോക്കുന്ന സമയത്തും ഓവറോൾ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഇപ്പോഴും വെറുതായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഡിവൈസിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ iPhone 14 Pro നോക്കണോ അതോ ഈ ഒരു ഡിവൈസ് നോക്കണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുക iPhone 14 Pro ആയിരിക്കും. കാരണം ഇതിലുള്ള ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും 14 Proയിലുണ്ട്. അതേപോലെ തന്നെ പ്ലസ് ആയിട്ട് 120Hz ആ ഒരു ഡിസ്പ്ലേ iPhone 14 Proയിൽ ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ iPhone 16 നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 പോകേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻഡബിൾ ആണ്. നിങ്ങളുടെ യൂസേജിനനുസരിച്ചിട്ട് ഏക്കും. ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഇപ്പോഴും നല്ല ഒരു ഡിവൈസ് തന്നെയാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്ന ഒരു കിഡിലൻ ഐഫോൺ ആയിട്ടുള്ളൊരു മോഡലാണ് iPhone 15 എന്ന് പറയുന്നത്. യൂസ്ഡ് മാർക്കറ്റ് ആണെങ്കിൽ പോലും അതേപോലെ തന്നെ പുതിയ ഡിവൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ഡിവൈസ് കൺസിഡർ ചെയ്യാം. 16 വാങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വന്തം ഒരു ചോയ്സാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് എടുക്കാനുള്ള ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് യാതൊരുവിധ ആവശ്യവുമില്ല 16 പോകേണ്ടത്. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഡിവൈസ് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിവൈസ് എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു 45 to 50K പ്രൈസ് റേഞ്ചാണ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് ഓപ്റ്റ് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ളൂ ഈ ഒരു ഡിവൈസിൽ നെഗറ്റീവായിട്ടുള്ളത്. അതായത് 120Hz ആ ഒരു ഡിസ്പ്ലേൻ്റെ കാര്യം, റീഫ്രഷ് റേറ്റ് അത് iPhone 14 Proയിലുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് വെറുതെ അതൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്ന പുതിയതും അതേപോലെ തന്നെ യൂസ്ഡും ആയിട്ടുള്ള ഒരു അത്യാവശ്യം ഒരു പ്രീമിയം ലേറ്റസ്റ്റ് നിൽക്കുന്ന ഒരു മോഡലാണ് iPhone 15. സോ ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും വേണം. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.